സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TM-ലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഒരാളിനെ പിടികൂടി. അതായത് ഷിയാക്കളുടെ ഒരു ആഘോഷവുമായിട്ട് മുഹറമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര നടക്കുകയാണ്. അപ്പോൾ അവിടെ പ്രതിരോധ ഗുളികകൾ, അതായത് ആൻറ്റിബയോട്ടിക് എന്നും പറഞ്ഞ് ഒരു ഗുളികകൾ വിൽക്കുകയാണ്. അപ്പോൾ 3 വനിതാ സ്ക്വാഡിലുള്ള, അതായത് വോളണ്ടിയേഴ്സ്, പിന്നെ മുഹറം ആഘോഷം നടത്തുന്നതിൻ്റെ അവരുടെ സ്ക്വാഡിലുള്ളതാണ്. അവരിത് കണ്ടിട്ട് ആളിനെ പിടിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത്, ഇത് പ്രതിരോധ ഗുളികകളാണ്, ആളുകൾക്ക് പനിയും ഛർദിലും അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അതായത് ആൻറ്റിബയോട്ടിക് ഒരു വേറൊരു കണക്കിന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അത് വിളിച്ച് ചോദ്യം ചെയ്തു. എന്തായാലും ശരി, പോലീസും അവരുമായിട്ട് ഇടപെട്ടു. അവസാനമാണ് പറയുന്നത് അത് വിഷഗുളികകളായിരുന്നു. അപ്പോൾ ആളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, ഈ വിറ്റോൻ്റെ പേര് ഫയാസ് പ്രേംജി. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മുസ്ലിം ഒരുത്തനാണ് എന്ന് തോന്നും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം, ഈ സംഘപരിവാർ RSS തെമ്മാടികളെന്ന് പറയുന്നത് ഏത് രീതിയിലും അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഷിയാക്കൾ ഈ മുഹറം 10 അവരുടെ ആഘോഷമുണ്ട്, ലോകത്തെല്ലാ സ്ഥലത്തും അവർ നടത്തുന്നുണ്ട് അത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ആഘോഷം നടക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഈ വിഷഗുളികകൾ വിറ്റ് 10-15,000 പേരെ കൊല്ലുക. അപ്പോൾ ഷിയാക്കളും സുന്നികളും തമ്മിൽ അടിയാവുക, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക. അപ്പോൾ ചെയ്യുന്നത് ആരാണ്? സംഘപരിവാറുകാർ. അപ്പോൾ ഈ ഫയാസ് പ്രേംജി എന്ന് പറയുന്നവൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ അവൻ്റെ തന്തയെന്ന് പറയുന്നത് അവിടെ പൂനെയിൽ പിന്നെ പെയിൻറ്റിൻ്റെ ഒരു കമ്പനി നടത്തിയത്, ബിസിനസ് നടത്തുന്നവൻ്റെ മകനാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ തന്തയെ സഹായിക്കാനല്ല അവൻ നോക്കുന്നത്. അവനും അവൻ്റെ അമ്മയും ബാക്കിയുള്ളവരും കൂടെ ഇറാനിലും ഇറാഖിലും ഒക്കെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അതായത് യഹൂദന്മാരുടെ സഹായത്തോടു കൂടിയാണ് ലോകത്ത് എല്ലാ സ്ഥലത്തും വർഗീയ ലഹളയായിരുന്നാലും വംശീയ കലാപങ്ങളായിരുന്നാലും വംശീയ ഹത്യയൊക്കെ നടത്തുന്ന യഹൂദന്മാരാണ്. ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കാം, എവിടെ വേണം, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ യഹൂദന്മാർ കാണും. അവരെല്ലാം ഇപ്പം ഇന്ത്യയിൽ ആവശ്യം പോലെ യഹൂദന്മാരുണ്ട്. അവർ വരുന്നതെന്ന് പറയുന്നത് അവർക്ക് നിർബന്ധിത സൈനിക പരിശീലനമാണ്. അതായത് നിർബന്ധമായിട്ട് പട്ടാള സേവനം നടത്തണം, അല്ലാതെ അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. അപ്പോൾ 18 വയസ്സ് 21 വയസ്സായി കഴിഞ്ഞാൽ അവർ ഒരു ഏറ്റവും കുറഞ്ഞ 3 വർഷമെങ്കിലും സൈനിക സേവനം നടത്തിയിട്ടാണ് അവർ പുറത്തു പോകുന്നത്. അപ്പോൾ സൈനിക സേവനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ലോകത്ത് കുഴപ്പമുണ്ടാക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് എല്ലാ രഹസ്യങ്ങളും ചോർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള സംഘപരിവാറുകാർക്ക് മോഡിക്കും അതൊന്നും അറിഞ്ഞുകൂടാ. കാര്യം സംഘി കുട്ടനാണല്ല മോഡിയും. മോഡി പറയുന്നത് എന്താണ്? എൻ്റെ ഫാദേഴ്സ് ലാൻഡ് ഇസ്രയേലാണ്, യഹൂദനാണെന്നാണ് പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അമേരിക്കയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുന്നു, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചോർത്താതിരിക്കുമോ? ഇന്ത്യയിലുള്ള എല്ലാ രഹസ്യങ്ങളും ചോർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് മോഡിയെയും കൂട്ടരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നു പറയുന്നത് പാകിസ്ഥാൻ വലിയ കുഴപ്പക്കാരാണ്, അവർ നിങ്ങളെ ബോംബ് ചെയ്യും, അവരങ്ങനെ ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒന്നുമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒന്നുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാകിസ്ഥാൻ ഒരു ചുക്കും ചെയ്യാൻ നോക്കില്ല ഇന്ത്യയെ. അപ്പോൾ ഇന്ത്യ മഹത്തായ ഒരു ശക്തിയാണ്, മഹത്തായ സൈനിക ശക്തിയാണ്. ഏത് രീതിയിലും ഇന്ത്യയായിട്ട് കിടപിടിക്കാൻ നോക്കില്ല. പക്ഷേ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ അവർ ശത്രുവാണ്, പാകിസ്ഥാൻ ശത്രുവാണ്, പാകിസ്ഥാൻ ഇന്ത്യയിൽ പിന്നെ ആറ്റം ബോംബ് വർഷിക്കുക, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പാകിസ്ഥാനെ ശത്രുക്കളാക്കുക. എന്നിട്ട് പറയാണ് പാകിസ്ഥാനിലുള്ള പിന്നെ ഈ സൈനിക കേന്ദ്രങ്ങൾ ബോംബ് ചെയ്യാൻ ഞങ്ങൾക്ക് പെർമിഷൻ. അപ്പോൾ ഇസ്രയേലിന് അവിടെ നശിപ്പിക്കണം. അപ്പം പറഞ്ഞ ഇതാണ് പ്രശ്നം. അതായത് ലോകത്ത് എവിടെ എന്ത് കുഴപ്പം ഉണ്ടാക്കാൻ യവന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് യഹൂദന്മാർ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ മോഡിക്കില്ലാതെ പോയി. ബാക്കിയുള്ള ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള എല്ലാ തലവന്മാർക്കും, രാഷ്ട്ര തലവന്മാർക്കും അറിയാം ഇസ്രയേലികൾ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അവർക്ക് കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ കലാപം ഉണ്ടാക്കുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക,
എങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. കാര്യം ചില പെസിമിസ്റ്റുകൾ ഇങ്ങനെയാണ്, അതായത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, അത് കണ്ട് സന്തോഷിക്കുക. സാഡിസ്റ്റുകൾ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു കണക്കിന് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ, അംഗവൈകല്യം ബാധിച്ചവരെ പോലെ നടക്കുമ്പോൾ, കൈയില്ല, കാലില്ല, കണ്ണില്ല, മൂക്കില്ല, അങ്ങനെ നടക്കുന്ന കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അവരെ സാഡിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കൂട്ടരാണ് യഹൂദന്മാർ. അപ്പൊ ആ യഹൂദന്മാരെ നമ്മൾ വിശ്വസിക്കരുത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ ഇവിടെ മുഹറം ആഘോഷങ്ങൾക്കിടയിൽ വിഷഗുളിക വിറ്റ് അവിടെ 10-15,000 പേരെ കൊല്ലുക. അവനെ പിടിച്ച് ചോദ്യം ചെയ്തു, അവന്റെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിഷഗുളികൾ അവൻ ഇതെല്ലാം വാങ്ങിച്ച് റെഡിയാക്കി അവിടെ ആളുകളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പത്രങ്ങളും ടെലിവിഷൻ മാധ്യമങ്ങളും ഈ സംഘപരിവാർ ജിഹുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നെന്ന് പറയുന്നത് ഫയാസ് പ്രേംജി. കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? അവൻ മുസ്ലിമാണ്, തീവ്രവാദിയാണ്, പറയും. ഇങ്ങനെ പറയുള്ളൂ, പേരും പറയും, പക്ഷെ ഏത് ജാതിയാണെന്ന് പറയില്ല. അപ്പൊ ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പൊ ലേറ്റസ്റ്റ് ഇത് അറിഞ്ഞതോടുകൂടി, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ സംഘിപ്പാളയത്തിലുള്ളവനാണെന്ന് അറിഞ്ഞതോടുകൂടി അവരിപ്പോ പറഞ്ഞ് പ്രചരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവന് മാനസിക രോഗം ബാധിച്ചവനാണ്, അവൻ ഭാര്യയായിട്ട് വിവാഹബന്ധം വേർപെടുത്തി, ഭാര്യയായിട്ട് പിരിഞ്ഞു കഴിയുകയാണ്, അമ്മയും ബാക്കി കുടുംബവുമായിട്ട് ഇറാനിലാണ്. ഇനി വേണമെങ്കിൽ ഇറാനിൽ പോയി പിന്നെ പരിശീലനം നേടി അവൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വേണമെങ്കിലും പറയും. അപ്പൊ എന്ത് ചെറ്റത്തരം അവർ പറയും. അപ്പൊ പറയുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതായത് അവനെ ഇനി ഇപ്പൊ കറക്റ്റായിട്ട് അവൻ RS സംഘപരിവാർ ബന്ധത്തിലുള്ളവനാണെങ്കിൽ പറയും അവന് മാനസിക രോഗിയായിരുന്നു. അപ്പൊ മാനസിക രോഗം ബാധിച്ചവരെല്ലാം ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വിഷഗുളിക ഉണ്ടാക്കി കൊടുക്കും കൊല്ലാൻ വേണ്ടിയേ. അത് മാനസിക രോഗം ബാധിച്ചവരാണ്. കുറച്ച് നാൾ മുമ്പ്, അതായത് ഒരു 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലെ വേറൊരു സംഭവം നടന്നു. മംഗലാപുരം എയർപോർട്ട്, മാംഗ്ലൂർ എയർപോർട്ടിൽ ഒരുത്തൻ ബോംബ് വെച്ച് പിടികൂടി, ആളിനെ കിട്ടിയില്ല. അപ്പോൾ അന്വേഷിച്ച് നടന്ന് അവിടെയുള്ള മാംഗ്ലൂരിലുള്ള എല്ലാ മുസ്ലിം ചെറുപ്പക്കാരെയും, ഒരുവിധം രാഷ്ട്രീയത്തിലുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി പോലീസ് ചോദ്യം ചെയ്തു, പീഡിപ്പിച്ചു. ഒരുപാട് പേരെ അടിച്ചും ഇടിച്ചും കുത്തിയും ഒക്കെ പീഡിപ്പിച്ചു. അവസാനമാണ് CCTV ഒക്കെ ചെക്ക് ചെയ്ത് അതും ഇതുമൊക്കെ നോക്കിയപ്പോൾ ഒരു RSS സംഘപരിവാറിൽപ്പെട്ട ഒരു എഞ്ചിനീയറാണ് അവൻ. എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെ തെമ്മാടിത്തരം. അവസാനം അവനെ മാനസിക രോഗിയാക്കി. അപ്പൊ അവൻ മുസ്ലിം ആയിരുന്നുവെങ്കിൽ അവൻ പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി വന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയി വന്നു, അല്ലെങ്കിൽ അവൻ അഫ്ഗാനിസ്ഥാനിൽ പോയി വന്നു, അല്ലെങ്കിൽ സിറിയയിലെങ്കിലും അവൻ ആട് മേയ്ക്കാനെങ്കിലും പോയി വന്നു. അവിടെ നിന്ന് പരിശീലനം നേടി വന്നാണ് ഇവിടെ ബോംബ് വെച്ചെന്ന് പറയും. അപ്പോൾ RSS സംഘപരിവാർ ശക്തികളിൽപ്പെട്ടവനാണെങ്കിൽ അവൻ മാനസിക രോഗിയാവും. അതുപോലെ ഇപ്പോ ഈ 15,000 വിഷഗുളിക വിറ്റ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ കൊല്ലാൻ ശ്രമിച്ചവനും ഇതുപോലെ അവൻ മാനസിക രോഗിയാവും, എല്ലാം ആവും. അത് കേസൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ. അപ്പൊ നാട്ടിൽ നടക്കുന്നതെല്ലാം ഇതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം, അയോധ്യ ഒരു പള്ളി, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പള്ളി പൊളിച്ച് രാമന്റെ പേരിൽ അമ്പലമുണ്ടാക്കി കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭൂമി ഇടപാടായാലും അല്ലാത്തായാലും ക്ഷേത്രം നിർമ്മാണത്തിനായിരുന്നാലും ശരി, അതിന് ശേഷമായിരുന്നാലും പിരിച്ചു കൊണ്ടുവന്ന് എല്ലാം കൊള്ളയടിച്ചവന്മാര്, കള്ളന്മാര്, അമ്പലക്കള്ളന്മാരെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ നേരിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ നോട്ടെണ്ണയും അല്ലാതെ 1,500 കോടി രൂപ അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി. ഈ കള്ളന്മാർ ഈ പൈസയൊക്കെ കൊണ്ടല്ലേ ഈ BJP ഇവിടെ വളരുന്നത്. BJP എന്ന് പറഞ്ഞാൽ MLA-മാരെയും MP-മാരെയും വിലയ്ക്ക് വാങ്ങിക്കുന്ന പൈസ എവിടെ നിന്നാണ്? ആർക്ക് വേണമെങ്കിലും 15 കോടി, 20 കോടി, 50 കോടി അവരെടുത്ത് കൊടുക്കും. ഇങ്ങനെ മോഷ്ടിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഈ ഇപ്പോൾ ഉള്ള വിഷകലയായിരുന്നാലും, ഗോപാലകൃഷ്ണനായിരുന്നാലും, സുരേഷ് ഗോപി ആയാലും, മോഡി ആയാലും, അമിത്ഷാ ആയാലും ഇപ്പൊ ഉറങ്ങുകയാണ് അവരെല്ലാം. അവരിതൊന്നും അറിയുന്നില്ല. ഈ മോഷണം രാമന്റെ പേരിൽ, ശ്രീരാമൻ ദൈവമാണ്, ദൈവത്തിന്റെ പേരിൽ മോഷ്ടിച്ചവന്മാരെ പോലും ഒരു ചുക്കും ചെയ്യില്ല. ബുൾഡോസർ രാജ് അടക്കുന്ന യോഗി ആദിത്യനാഥ്, ആ തെണ്ടി പോലും അവൻ ബുൾഡോസർ ഇറക്കാത്തത് RSSകാരന്റെ നേതാവാണല്ലോ, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവാണല്ലോ ഈ നോട്ടെണ്ണന്റെ അതിന്റെ ചാർജ് ഉള്ളവന്മാര്. അവന്മാരെ വീടെന്ത് പിന്നെ ബുൾഡോസറിന് ഇടിച്ചു നിരത്താത്തത്? അതൊന്നും ഇടിച്ചു നിരത്തില്ല. അവരിനിയിപ്പോൾ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിഖുകാരനെങ്കിലും അവർ പിടിക്കും.
അവരുടെ ഗൂഢാലോചനയാണ്. ഇപ്പൊ കേരളത്തിലുള്ള ബാക്കിയുള്ള കൃസംഗി ചാനലുകൾ പറയുന്ന ഗൂഢാലോചനയാണെന്നാണ്. അവര് പറയും. അതേസമയം ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ പത്രങ്ങളും പിന്നെ മീഡിയ മാധ്യമങ്ങളെല്ലാം പറയുന്നു ഇവരിത് മോഷ്ടിച്ചു, സത്യമാണ്, എല്ലാമാണ്, അറസ്റ്റ് ചെയ്തു, 5-6 പേരെ. അതിന്റെ മെയിൻ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവന്റെ പേര് പോലും അത് പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അവരെല്ലാം, പക്ഷെ കേരളത്തിലുള്ളവന്മാർ പറയാണ് അത് ഗൂഢാലോചനയാണ്, അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി മോഷണം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിലും ഈ നാട്ടിലുള്ള, നമ്മളെ നാട്ടിലുള്ള ഈ ചെറ്റകള്, തെമ്മാടികള്, തെണ്ടികള്, ഇവനൊക്കെ മനുഷ്യന്മാരാ. അതായത് കള്ളവും മോഷണവും എന്ന് പറയുന്നത് അതൊക്കെ ഓരോരുത്തർ ചെയ്യും. അതിന് സമന്വയം തരരുത്. അത് ഇനിയിപ്പോ RSS ഇവിടെ കേരളത്തിലൊരു പിന്നെ ചാനലുണ്ട്, ഭയങ്കര കൃസംഗി ചാനലാണ്. അവൻ ഷായസ്കറിയ പറയുന്നത് എന്താണ്? RSSകാരെന്ന് പറയുന്ന അവരുടെ ജീവിതം തന്നെ രാജ്യത്തിന് വേണ്ടിയാണ് അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അവർക്ക് പണം വേണ്ട, പദവി വേണ്ട, ഒന്നും വേണ്ട. അവൻ എന്നിട്ട് ഇതിനെ പറ്റി ഇപ്പൊ പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം എന്താണ് അവൻ തുടങ്ങുന്നത്? കോൺഗ്രസ്സുകാർ അഴിമതി നടത്തിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് RSSകാരൻ ഇത് പൈസ മോഷ്ടിച്ചാലും അമ്പലം കട്ടുകൊണ്ട് പോയാലും ആദ്യം പറയുന്ന കോൺഗ്രസ്സുകാരൻ മോഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ അവർ മോഷ്ടിച്ചതെന്നാണ്. അപ്പോ RSSകാർ അവന്റെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടില്ലല്ലോ. അതെങ്കിലും നീ പറ. നീ തിന്നുന്നത് അതായത് മനുഷ്യന്റെ വിസർജ്യമാണ്, മൃഗത്തിന്റെ വിസർജ്യമാണ്, അതേ അരിയാഹാരമാണ് കഴിക്കുന്നത്. നിനക്ക് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ട് അതിന്. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഈ കേരളത്തിലുള്ള സാധാരണക്കാരനായ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോ ചെയ്ത് തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.